അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുസ്ലിമീൻ വഅലാ ആലിഹി വസ്സഹ്ബിഹി അജ്മഈൻ. മനുഷ്യവംശത്തിന് മുഴുവൻ ഉത്തമ മാതൃകയാണ് തിരുനബി. അതിനാൽ തന്നെ തിരുദൂതരുടെ ജനനം ഇസ്ലാമിക ചരിത്രത്തിലെ ഒരു വിശിഷ്ടമായ അധ്യായമാണ്. ഖുറൈശി പ്രമുഖനായ അബ്ദുൽ മുത്തലിബിന് 10 മക്കളുണ്ടായിരുന്നു. അതിൽ 5-മനായിരുന്നു അബ്ദുള്ള. അങ്ങനെ വഹബിന്റെ മകൾ ആമിനയുമായി അബ്ദുള്ളയുടെ വിവാഹം നടന്നു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആമിന ഗർഭം ധരിച്ചിരിക്കുമ്പോൾ അബ്ദുള്ള ഇഹലോകവാസം വെടിഞ്ഞു. തന്റെ മകന്റെ ഭാവി മഹത്വങ്ങൾ വിളിച്ചറിയിക്കുന്ന പല ദൃഷ്ടാന്തങ്ങളും ആമിന ഗർഭകാലത്ത് ദർശിച്ചു. ആനക്കലഹം നടന്ന വർഷം റബീഉൽ അവ്വൽ 12-ന്, ക്രിസ്തുവർഷം 570 ഏപ്രിൽ 20-നാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജനനം. ലോക ചരിത്രത്തിൽ ഏറ്റവും അനുഗ്രഹീതമായ ദിവസം. പിതാമഹന് അബ്ദുൽ മുത്തലിബിനെ ആമിന വിവരമറിയിച്ചു. അദ്ദേഹം വന്ന് കുഞ്ഞിനെ കണ്ട് തുടർന്ന് കുഞ്ഞിനെ കൊണ്ടുപോയി കഅബയിൽ പ്രവേശിപ്പിച്ചു. അല്ലാഹുവിന് സ്തുതികീർത്തനങ്ങൾ അർപ്പിക്കുകയും ദീർഘനേരം പ്രാർത്ഥിക്കുകയും ചെയ്തു. അതിനുശേഷം കുട്ടിക്ക് മുഹമ്മദ് എന്ന പേര് വിളിച്ചു. അസാധാരണമായ ഈ പേര് കേട്ട് അറബികൾ അത്ഭുതപ്പെട്ടു. പിതൃവ്യൻ അബൂലഹബിന്റെ ദാസിയായ സുഹൈബ ഏതാനും ദിവസം കുട്ടിയെ മുലയൂട്ടി. എന്നാൽ തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട പൗത്രനു വേണ്ടി ഗ്രാമപ്രദേശത്തുനിന്ന് ഒരു സ്ത്രീയെ അബ്ദുൽ മുത്തലിബ് അന്വേഷിച്ചു. നവജാത ശിശുക്കളെ മുലയൂട്ടാൻ ഗ്രാമീണരെ ഏൽപ്പിക്കുന്ന പതിവ് അറബികൾക്ക് അന്നുണ്ടായിരുന്നു. അങ്ങനെ പ്രസിദ്ധമായ ബനൂ സഅദ് ഗോത്രത്തിൽ നിന്നും മുലയൂട്ടുന്ന സ്ത്രീകൾ വന്നു. എന്നാൽ അബൂ ഉദൈദിന്റെ മകളും ഹാരിസിന്റെ മകളുമായ അലീമത്തു സഅദിയക്കാണ് അന്ന് അതിനു ഭാഗ്യമുണ്ടായത്. ക്ഷാമവർഷമായിരുന്നു അന്ന്. കുട്ടിയുടെ പിതാവിൽ നിന്ന് എന്തെങ്കിലും പ്രതീക്ഷിച്ചതായിരുന്നു അവർ. കുട്ടിയെ എല്ലാവരും അവഗണിച്ചു. മാതാവും പിതാവും ഒന്നും തരികയില്ല എന്ന് അലീമയും പറഞ്ഞു. അങ്ങനെ അലീമയും പിന്തിരിഞ്ഞു. അങ്ങനെ അവരുടെ മനസ്സ് മൃദുലമായി. അനാഥ ശിശുവിനോടുള്ള സ്നേഹം അല്ലാഹു അവരിൽ നിക്ഷേപിച്ചു. തിരുനബിയെ അല്ലാതെ മറ്റാരെയും അവർക്ക് ലഭിച്ചതുമില്ല. അവർ നബിയെയും കൊണ്ട് വാഹനത്തിൽ കയറി. ആ നിമിഷം മുതൽ അവരുടെ മേൽ ഐശ്വര്യം വന്നു. ഒട്ടകത്തിലും പാലിലുമെല്ലാം ഐശ്വര്യം വന്നു. എല്ലാവരും പറഞ്ഞു, അലീമ, നിനക്ക് ഐശ്വര്യവാനായ കുട്ടിനെയാണ് കിട്ടിയത്. കൂട്ടുകാരികൾ അസൂയ പുലർത്തി. അങ്ങനെ 2 വർഷം അലീമയുടെ കൂടെ നിന്നു. പിന്നെ മാതാവ് ആമിനയെ കാണാൻ പോയി. കുറച്ചു ദിവസം മാതാവ് ആമിനയുടെ കൂടെ നിന്നിട്ട് അലീമ സഅദിയുടെ കൂടെ മടങ്ങിപ്പോയി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബാല്യകാലത്ത് കൂട്ടുകാരോടൊപ്പം ആടുമേച്ചിരുന്നു. സുന്ദരമായ ഗ്രാമീണ ജീവിതത്തിലും ലളിത പ്രകൃതിയിലും വളർന്നതിനോടൊപ്പം ബനൂ സഅദിന്റെ പ്രസിദ്ധിക്ക് കാരണമായ സാഹിത്യഭാഷയും അവിടുന്ന് സ്വായത്തമാക്കി. പിന്നെ ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ പറയുകയുണ്ടായി, ഞാൻ നിങ്ങളുടെ കൂട്ടത്തിൽ വെച്ച് ഏറ്റവും അറബി സംസാരിക്കുന്നവനാകുന്നു. കാരണം ഞാൻ ഖുറൈശി വംശജനാണ്. അതും കൂടാതെ ഞാൻ ബനൂ സഅദിന്റെ ഗോത്രത്തിൽ പിറന്നതുമാണ്. മാതാവിന്റെയും പിതാമഹന്റെയും വേർപാട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മനസ്സിൽ കനത്ത ആഘാതമുണ്ടായി. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് 6 വയസ്സായപ്പോൾ ആമിന യസ്രിബിലേക്ക് പുറപ്പെട്ടു. അവിടെയാണ് അബ്ദുള്ളയെ മറവ് ചെയ്തിട്ടിരിക്കുന്നത്. സ്വന്തം ഭർത്താവിനെ കാണാനും വാപ്പയെ മകനിക്ക് കാണിച്ചു കൊടുക്കാനും വേണ്ടിയാണ് അന്ന് ആമിന യസ്രിബിലേക്ക് പോയത്. അവിടെയുള്ള സന്ദർശനം കഴിഞ്ഞ് ആമിന തിരികെ പുറപ്പെട്ടു. അബവാ എന്ന സ്ഥലത്ത് എത്തിയപ്പോൾ ആമിന ബീവി മരണപ്പെട്ടു. സ്നേഹനിധിയായ മാതാവിന്റെ വിയോഗത്തിന്റെയും ഏകാന്തതയുടെയും 2 വേദന റസൂൽ അനുഭവിക്കേണ്ടി വന്നു. അങ്ങനെ റസൂലുള്ളാഹിനെ പിതാമഹൻ അബ്ദുൽ മുത്തലിബിനെ ഏൽപ്പിച്ചു. അദ്ദേഹം റസൂലുള്ളാഹിനെ വളരെ ലാളിത്യത്തോടെ വളർത്തി. അങ്ങനെ അബ്ദുൽ മുത്തലിബും മരണപ്പെട്ടു. അപ്പോഴും റസൂലുള്ളാഹി ഒറ്റപ്പെട്ടു. അങ്ങനെ അദ്ദേഹത്തിന്റെ വിയോഗം നബിയുടെ ഹൃദയം കീറിമുറിക്കുന്നതായിരുന്നു. പ്രിയമുള്ളവരെ, പരലോകത്ത് ആർക്കെങ്കിലും ആരുടെയെങ്കിലും കാര്യത്തിൽ ശുപാർശ പറയുന്നുണ്ടെങ്കിൽ അത് മുത്ത് റസൂലിന് മാത്രമായിരിക്കണം. ആ ശുപാർശ ലഭിക്കാനാണ് നാം 5 നേരം പ്രാർത്ഥിക്കുന്നത്. തിരുദൂതരുടെ ശുപാർശ ലഭിക്കുന്നതിൽ നാം എല്ലാവരെയും ഉൾപ്പെടുത്തട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ.